എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ? ഈ റൂം മേക്ക് ഓവറൊക്കെ പ്ലാൻ ചെയ്തിരിക്കുവാണെങ്കിലേ നമുക്ക് കൈന്നിട്ട് പരീക്ഷിച്ച് വീട്ടുകാരുടെ മുമ്പിൽ ആളാകാൻ പറ്റിയൊരവസരമാണ്. പാഴാക്കണ്ട കേട്ടോ. ഒന്നുമില്ലടാ, ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അത് സർക്കിളായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് അത് ഇതുപോലെ മടക്കുക. ഇങ്ങനെ മടക്കിയ ശേഷം അതിങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത ശേഷമേ ആ കട്ടിങ് വരുന്നിടത്തൊക്കെ ഒന്ന് കെർവായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നോക്കി. എന്നിട്ട് നമ്മൾ മടക്കിയ പേജ് ഒന്ന് ഊർത്തെടുക്കുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരും. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ആ മടക്കി കൊടുത്തത് അതങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരും. പിന്നെ ആ ഒരു ഇതിലൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വളച്ചു കൊടുത്താൽ മതി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളൊരു പേപ്പർ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് മറ്റേ സർക്കിൾ വരച്ച പേപ്പറില്ലേ, അതിൻ്റെ ബാക്കിയൊന്ന് പേപ്പർ തന്നെയാണ് എടുത്തേക്കണേ. എന്നിട്ട് അതിൻ്റെ എങ്ങനെയാണോ അത് കട്ട് ചെയ്യുക, എന്നിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇത് റോൾ ചെയ്തെടുക്കുന്നത് സാധാ നോർമൽ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ അതിൻ്റെ ഒരു തണ്ട് അത് വെച്ച് കൊടുക്കാനായിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടാക്കിയെടുക്കാം. അതിനിങ്ങനെ ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കുക, അതിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പേപ്പർ റോളില്ലേ, അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച വൈറ്റ് പേപ്പറില്ലേ, അതിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ അതുപോലെ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്നിച്ച് ഒരു ഡെക്കോർ പോലെ വെക്കാനായിട്ട് അടിപൊളിയല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.